ഹലോ, അപ്പം നമുക്കിന്ന് ഡേ മൈ ലൈഫ് കണ്ടാലും. അപ്പം ഞാൻ ഇപ്പം ഒരു 8:56 ആയി. അപ്പം ഡ്യൂട്ടിക്ക് പോവാം. ഒരു 9:15 ആവുമ്പോൾ ഇറങ്ങാം. പിന്നെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് അടക്കി പെറുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എല്ലാം അങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ റൂം ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒന്നും എടുത്തു വെച്ചിട്ടില്ല, എല്ലാം കൊണ്ടുവച്ചതുപോലെ ഇരിക്കുക. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി വന്നിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഇങ്ങനെയാണ്. ഇനി എല്ലാം അടുക്കി പെറുക്കി വെക്കണം. എന്നാലും ഇപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് പോവാം. എന്നിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ആരും എണീറ്റിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവർക്ക് കുറച്ച് ഇന്ന് ലേറ്റ് ആയിട്ട് പോയാൽ മതി. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് പോകണം. അവർ ഇനി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. എനിക്കാണെങ്കിൽ 9:30 എത്തണം. അപ്പം പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങി. ആദ്യം ഉണ്ടായിരുന്ന വീടാണെങ്കിൽ കുറച്ച് ദൂരം കൂടുതലായിരുന്നു. ഇതിപ്പോൾ പിന്നെ അത്ര വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് വേഗം എത്തിക്കോളും. ഒരു 9 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റും വേണ്ട, വേഗം നടന്നു കഴിഞ്ഞാൽ വേഗം ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അപ്പം ആരും എത്തിയിട്ടില്ല, ഞാൻ മാത്രമാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ രാവിലത്തെ കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഫസ്റ്റ് വന്നത് കൊണ്ട് തന്നെ പേപ്പറൊക്കെ അവിടെ കിടക്കണുണ്ട്. അപ്പം അതൊക്കെ എടുത്തു വെച്ചു. ആ കൊട്ടയിലുള്ള ചുമന്ന പൂ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വന്ന് ടൈമൊക്കെ എഴുതി, പേരൊക്കെ എഴുതി, സൈനൊക്കെ ഇട്ടു. അതിന് ശേഷം രാവിലത്തെ ഡ്യൂട്ടി കാര്യങ്ങൾ രാവിലത്തെ സെക്ഷൻ ഒക്കെ അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വേഗം തന്നെ വേഗം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തു, വെള്ളമൊക്കെ കുടിച്ചെങ്കിൽ ഇരുന്നു. പിന്നെ അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പ്. പിന്നെ എല്ലാവരും കൂടെ ഷെയർ ഇട്ട് അങ്ങ് ഒരു മന്തി വാങ്ങി. പിന്നെ അത് കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ സീരിയൽ കണ്ടിട്ട് കാര്യം എന്തോ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്താണ് ചേച്ചി, മാരേജ് മുടങ്ങിപ്പോയി? അയ്യോ. അങ്ങനെ അതും പറഞ്ഞ് കുറച്ച് നേരം കളിയാക്കിയ ശേഷം നമ്മൾ നമ്മുടെ പണിയിലോട്ട് കിടക്കുവാണ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനിയും എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.